അരകല്ലും ഒരലും ഒക്കെ അങ്ങ് പെരയുടെ മൂല കിടക്കുകയല്ലേ, എല്ലാം മിക്സ് ചെയ്യില്ലേ പരിപാടി. എന്നിട്ട് നടുവേദന പതവേദന എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ നടക്കുക. ഇങ്ങനെ ഇരുന്ന് അരച്ചാലേ നല്ല ഇതല്ലേ. ആ കരിക്ക് കരിമീനാണ് കിട്ടിയത്. കരിമീനല്ല കാരി കരിമീന്. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കുന്ന സ്ഥലത്താണ്. അതായത് തിരുവല്ല താമരാൽ എന്ന സ്ഥലത്താണുള്ളത്. നമുക്ക് ജില്ല വരുന്ന പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ തിരുവല്ലയിലെ താമരാൽ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന വീടിൻ്റെ, നമുക്ക് കാണാനറിയാം വീടാണ്. വീടിൻ്റെ 4 സൈഡും പാടമാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നമുക്കൊരു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ, നമ്മൾ പണ്ടെല്ലാം നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് പാടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാറുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാടവും കാര്യങ്ങളൊന്നും അധികം സ്ഥലങ്ങളിൽ കാണാറില്ല. കാരണം അതെല്ലാം നികത്തി കുറേ വീടുകളും അതുപോലെ തന്നെ എല്ലാം എല്ലാവരും ടൗൺ ഏരിയയിലേക്ക് മാറി. അവിടെ നമുക്ക് അധികം കാണാൻ പോലും ഇല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നല്ല പാടം കണ്ടപ്പം എനിക്ക് അതിനെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി ആയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് അവിടെ നല്ല പച്ചപ്പ് രീതി കാണുന്നുണ്ട്. അത് വെച്ച് നമ്മൾ നെല്ല് വിതച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അത്രയായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് ഒരാളെ പരിചയപ്പെടാം. നമുക്ക് അതിലേക്ക് പോവാം. അച്ഛൻ്റെ പേരെന്താ? കുഞ്ഞുകുട്ടി. ആ, ഇവിടെ തന്നെയാണ് വീട്? അടുത്ത് തന്നെയാണ് വീട്. ആ, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന പറ്റി കഴിയുമ്പോ ഇതൊക്കെ നെല്ലെല്ലാം മേലോട്ട് വരും. പോളെ അങ്ങ് അളിഞ്ഞ് താഴോട്ടും പോകും. ഒരു 120 ദിവസം ആകുമ്പോൾ ഇത് കൊയ്യും. അത് വരെ പണ്ടൊക്കെ നില ഇങ്ങനെ നല്ലപോലെ ഒരുക്കി വൃത്തിയാക്കിയത്. ഇപ്പം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പം ഇത് പറഞ്ഞാൽ കൂലി കുറച്ച് വിത്തിടുക. ഈ പോളയ്ക്കകത്ത് ഇപ്പോഴത്തെ കൃഷി വിതച്ചിപ്പോൾ എടുത്തിരിക്കുന്നു. അതാണ് ഇപ്പം വിതച്ചിട്ടിരിക്കുക. ഇപ്പം വിതച്ചിപ്പം 15 ആയി. 15 ദിവസം തികയില്ലേ. ഇപ്പം വിളവെടുക്കുമ്പോൾ 110 120 ദിവസമാണ്. 110 തൊട്ടെങ്കിൽ കൊയ്ത്ത് തുടങ്ങി 120 വണ്ടി വരുന്നതനുസരിച്ച് സമയം. വണ്ടിയാണ് ഇപ്പം മെഷീനാണ് കൊയ്ത്ത്. അല്ലല്ല, ഇപ്പൊ കൊയ്ത്ത് മെഷീൻ കൊയ്യുക, കച്ചി മെഷീന് കെട്ടാട്ടടിക്കുക. ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ കുറേ കൊല്ലം കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല അറിവാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം പണ്ട് നിൽക്കുന്ന സമയത്താണ് പാടവും കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പാടവും കാര്യങ്ങളും നമ്മൾ കാണാറ് പോലും ഇല്ല. അതാണ് അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ അരകല്ലും ഒരലും ഒക്കെ അങ്ങ് പെരയുടെ മൂല കിടക്കുകയല്ലേ, എല്ലാം മിക്സ് ചെയ്യില്ലേ പരിപാടി. എന്നിട്ട് നടുവേദന പതവേദന എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ നടക്കുക. ഇങ്ങനെ ഇരുന്ന് അരച്ചാലേ നല്ല ഇതല്ലേ. ആ കരിക്കോ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. നമ്മളെല്ലാം ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. എന്ത് കാര്യമായിട്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കൈ മാത്രമേ ഉള്ളൂ. ഒന്ന് മിക്സി ഒന്ന് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന ഒരു കൈയുടെ വിരലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ നോക്കി കഴിഞ്ഞതാണ്. ഇപ്പം വിത്ത് വിതച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഇപ്പൊ നടേണ്ട സമയം 1 മാസം താമസിച്ചു പോയി. 1 മാസം താമസിച്ചു. ഇപ്പൊ ഇവിടെ ഞാൻ ഇത്രയായിട്ട് പറിച്ചു നടേണ്ടതാ ഇല്ലാത്തടത്തൊക്കെ. ഇപ്പൊ 1 മാസം താമസിച്ചു പോയി. നവംബറിൽ വിതയ്ക്കേണ്ടത് ഡിസംബറിലാണ് വിതച്ചത്. അതിൻ്റെ 1 മാസം മുമ്പോട്ട് പോയി. കാലാവസ്ഥ വെള്ളത്തിന്റെ പ്രശ്നമായിരുന്നു. വെള്ളം താഴാതെ വിതയ്ക്കാനൊക്കത്തില്ലല്ലോ. ഇപ്പം ഈ വിത്ത് വിതച്ചാൽ 3-ാം പക്കം പറ്റിയില്ല, ഇത് അളിഞ്ഞു പോകും. മറ്റേ ഉമയെന്ന് പറഞ്ഞൊരു വിത്തുണ്ട്. അതിൽ 8 ദിവസം കഴിഞ്ഞാൽ പറ്റിയാലും കുഴപ്പമില്ല. അത് വെള്ളക്കോതമ്പ് കിടക്കുന്ന പോലെ കിടക്കും. അത് 100 രൂപ വരും. ഇതല്ല, ഇത് 3-ാം ദിവസം പറ്റിച്ചില്ലെങ്കിൽ ആ കിളിപ്പ് അളിഞ്ഞു പോകും. ഞങ്ങളിവിടെ കൃഷിയുടെ കാര്യം, ഇവർക്ക് കൃഷി ഇല്ലല്ലോ. അതിനെപ്പറ്റി അവർ ചോദിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അതാണ് വീഡിയോ എടുത്തത്. ഇവിടെ പണ്ടെല്ലാം ഇവിടെ ഒരു പാടത്തിനകത്ത് കാണാൻ പായൽ കണ്ടില്ലേ. പണ്ട് ഞാനും എൻ്റെ അനിയത്തിയെല്ലാം ആറ്റിൽ നിന്ന് മീനെ പിടിച്ചോണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഇതുപോലൊരു പായൽ കിട്ടണമെന്ന്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആ പായൽ കിട്ടൂലെന്ന്. ഇപ്പം നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പായലാണ്. നമ്മൾ എന്നോട് പറയുകയും ചെയ്ത്, നോക്ക് നമ്മൾ അന്ന് പറഞ്ഞിട്ടില്ലേ, ഇനിയിപ്പോൾ പായലില്ല.
ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ചെമ്പ്ര ലേക്ക് എന്നുള്ള സ്ഥലത്താണ്. ആലപ്പുഴ പത്തനംതിട്ട ബോർഡിൽ തന്നെ കാണുന്നതാണ്. കാരണം എനിക്ക് കൂടുതലായിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വന്നത്. അപ്പം പിന്നെ ഇങ്ങനെ വ്യൂസ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് തോന്നി. ഞങ്ങൾ ചെമ്പ്രയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒന്നാന്തര നല്ല മീനെ കിട്ടി. എന്താ അതിനകത്ത് പറഞ്ഞ കരിമീനെയാണ് കിട്ടിയത്. കരിമീനല്ല കാരി. കുത്തുവെന്നൊക്കെ പറയുന്നുണ്ട്. കുത്തി കഴിയുമ്പോൾ ഭയങ്കര ചെറിയ ഡേഞ്ചറൊക്കെയാണ് ഇതിന്. ഇതല്ലേ സൗണ്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. നല്ല എക്സ്പീരിയൻസ് ആണ്. കുത്തുവോ? കുത്തി കഴിഞ്ഞാൽ